അനുജ സൂചിപ്പിച്ചതുപോലെ വളരെ രഹസ്യമായിട്ട് തന്നെയായിരുന്നു പോലീസിന്റെ ഈ ഒരു നടപടി. വടകരയിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. അവിടെ വെച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. പ്രതി നാട് വിട്ടിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ടാണ് അവർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. വിദേശത്തേക്ക് ഈ പ്രതി കടന്നിട്ടില്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു പോകാനുള്ള സാധ്യത അത് അടക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് അവർ വടകരയിലുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തുടർന്ന് അവിടെ എത്തിക്കൊണ്ട് അന്വേഷണ സംഘം അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ എത്തിച്ചുകൊണ്ടാണ് മെഡിക്കൽ എടുത്തത്. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള സുനിൽ കുമാറിന്റെ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രതിയെയുമായി കൊണ്ട് അന്വേഷണ സംഘം ഇപ്പോൾ നഗരഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സുനിൽ കുമാറും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാഹനം, സ്വകാര്യ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രതിയുമായി കൊണ്ട് അന്വേഷണ സംഘം വന്നുകൊണ്ടിരിക്കുന്നത്. പർദ്ദ ധരിച്ച് മുഖം മറച്ച് ഒരാൾക്കും മനസ്സിലാവരുത് ഈ വ്യക്തി ആരെന്ന് ആ വിധത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പോലീസ് ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വകാര്യ വാഹനം ഉപയോഗിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പോലീസിന്റെ വാഹനങ്ങളുണ്ട്, മറ്റ് നടപടികളൊക്കെ അവർക്ക് സ്വീകരിക്കാം. പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ മഫ്തിയിലാണ് എത്തിയിട്ടുള്ളതും അതുപോലെ സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുവന്നതും. അതൊക്കെ തന്നെ വിമർശനങ്ങൾക്കിടയാക്കുന്ന സാഹചര്യം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഹാസിയാസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ 2-3 ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിൻ്റെ ആത്മഹത്യയിൽ പയ്യന്നൂർ സ്വദേശി ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമുക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്നാൽ പോലും നീതി എന്ന ആ ഒരു അമൂല്യ വസ്തു അത് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. ഷിംജിന മുസ്തഫ എന്ന അവളുടെ ഇപ്പോഴത്തെ ജയിലിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാമോ? അവൾ പറയുന്നത് 6 മാസത്തോളമായി എന്നും തോന്നുന്നു ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് അവർ ഇപ്പോൾ പകുതി വഴിയിലാണ് നിലകൊള്ളുന്നത്. സ്വന്തമായിട്ട് ആണ് അവർ ഇപ്പോൾ താമസിക്കുന്നതെല്ലാം സ്വന്തമായിട്ടാണെങ്കിൽ പോലും ജയിലിനുള്ളിൽ അവർ തൻ്റെ ഭർത്താവിന്, അതായത് മുസ്തഫ എന്ന വ്യക്തിയെ സ്വപ്നം കാണുന്നു, അദ്ദേഹം കൂടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് അവളിപ്പോൾ പറയുന്നത്. വേറെ രസം അതൊന്നൊന്നുമല്ല, അവൾക്ക് ജയിലത്തെ ഫുഡ് ഇഷ്ടമല്ല, ജയിലത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല, കോഴി ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ വേണമെന്നാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ജയിൽ അധികൃതരോട് പറയുന്നത്. കാരണം ദുബായിലും മറ്റിടങ്ങളിലുമെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ടും അല്ലാതെയുമെല്ലാം ആവശ്യമായിട്ട് ഫുഡൊക്കെ അടിച്ച വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിലിലുള്ള ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. പക്ഷേ മറ്റൊരു വസ്തുത നിങ്ങൾ ചിന്തിക്കേണ്ടത്, മറ്റൊരു ഭാഗത്ത് ചിന്തിക്കേണ്ടത്, എല്ലാം നഷ്ടപ്പെട്ട അത്താണിയായ തൻ്റെ മകനെ നഷ്ടപ്പെട്ട് ആ നൊമ്പരത്തിൽ ആ വേർപാടിൽ കഴിയുന്ന ആ അച്ഛനെയും അമ്മയുമാണ്. കാരണം അവർക്ക് ഇനി അരി കൊണ്ടുവന്ന് കൊടുക്കാനോ മറ്റുള്ള സാധനങ്ങളൊന്നും കൊണ്ടു കൊടുക്കാൻ തൻ്റെ മകൻ ഇന്ന് ഈ ഭൂമി ലോകത്തില്ല. കാരണം അവൻ വെറും ഒരു ഓർമ്മയായി ഇന്നിപ്പോൾ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതകാല സമയത്ത് ഏതൊരു മാതാപിതാക്കൾക്കും തൻ്റെ മക്കൾ നഷ്ടമാവുക എന്ന ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ആ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ ആ പ്രയാസവും ബുദ്ധിമുട്ടുമെല്ലാം മനസ്സിലാവുന്നത്. അതിനാൽ തന്നെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കുറേ ഫെമിനിസ്റ്റുകൾ ഇവൾക്ക്
സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിലൊരു ലേഡിയാണ് ലക്ഷ്മി അറക്കൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവളെ കുറിച്ചുള്ള വാക്കുകളും അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പുകളല്ല. അവള് ഈ ഷിംജിത മുസ്തഫ എന്ന ആ ഒരു പെണ്ണിന് സപ്പോർട്ടായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷെ അവൾ ഓർക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു പോയ യുവത്വത്തിൽ തുളുമ്പ് നിൽക്കുന്ന തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയ ആ അമ്മയുടെയും അച്ഛൻ്റെയും വേദനയാണ്. അത് ഈ അവസരത്തിൽ അവൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷിംജിത മുസ്തഫ എന്ന ആ ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാനോ പിന്തുണയ്ക്കാനോ മലയാളി മനസ്സുകൾക്ക് തീർച്ചയായിട്ടും സാധിക്കില്ല. കാരണം എന്താണ്, ഒരു കുടുംബത്തിലെ അനാഥനെയാണ് ഇവൾ വൈറലാകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ജീവിതം നശിപ്പിച്ചത്. അദ്ദേഹം ആ ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എത്രത്തോളം ആലോചിച്ചിട്ടുണ്ടാവും തൻ്റെ അമ്മയും അച്ഛനൊക്കെ കുറിച്ച്. പക്ഷേ അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്യാൻ കാരണം ബസ്സിൽ ചിത്രീകരിച്ച വീഡിയോ അല്ല. ശേഷം അതിന് ന്യായീകരണമായിട്ട് അവൾ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ തൻ്റെ സുഹൃത്ത് വഴിയിലൂടെ അദ്ദേഹം അറിയുകയും അത് ഷെയർ ചെയ്യാൻ പറയുകയും അങ്ങനെ അദ്ദേഹം നിർബന്ധം പിടിച്ചപ്പോൾ അവരുടെ മൊബൈലിലേക്ക് അത് ഷെയർ ചെയ്തതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ വീഡിയോ കാണുകയും അതിനുശേഷമാണ് അദ്ദേഹം ആ മരണക്കുരുക്കിലേക്ക് നീങ്ങുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ പേരോട് കൂടി തൻ്റെ ഫോട്ടോയോട് കൂടി സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പതിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇനി നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും ജനമധ്യത്തിലാണെങ്കിലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് വേറൊന്നും ചിന്തിക്കാനുണ്ടായില്ല. മരണം എന്നുള്ള ആ ഒരു ഒറ്റ വഴിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. അതിന് അദ്ദേഹം മരണക്കുരുക്കിലേക്ക് വേണ്ടിയിട്ട് തൂക്കുകയർ സ്വന്തമായിട്ട് അദ്ദേഹം തന്നെ നിർമ്മിച്ചു എന്നതാണ്. അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുമോ നാളെ എൻ്റെ ജീവിതം ഞാൻ തന്നെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതിനാൽ തന്നെ ആ ബസ്സിലെ വീഡിയോ നിങ്ങൾക്കറിയാം. ഒരു പ്രതികരണം പോലും അദ്ദേഹം ആ ബസ്സിൽ കാണിക്കുന്നില്ല. 7ഓളം വീഡിയോ ഇവൾ ചിത്രീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 4 മിനിറ്റും 2 മിനിറ്റും 3 മിനിറ്റും അങ്ങനെയുള്ള 7ഓളം വീഡിയോ അത് അവൾ വെട്ടിച്ചുരുക്കി കുറച്ച് ഏകദേശം 30 മിനിറ്റിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു വീഡിയോ ആക്കി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചു. എന്തിനു വേണ്ടി? റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റൊരാൾ റീത്തായാലും എനിക്ക് റീച്ച് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടെ. അപ്പോൾ അവൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തെ അനാഥ ആക്കിക്കൊണ്ട് റീച്ച് നേടിയിട്ട് തനിക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ ഭൂമി ലോകത്ത് ഉണ്ടാവുമായിരുന്നു. പക്ഷേ അവൾ അങ്ങനെ ചിന്തിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കുറേ ആളുകൾ സപ്പോർട്ടായിട്ട് ലക്ഷ്മി അറക്കൽ പോലത്തെ കുറേ പെണ്ണുങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവള് ഷിംജിത മുസ്തഫയുടെ ഭാഗത്താണ്. നമ്മുടെ പാവമായ നിഷ്കളങ്കനായ ആ ദീപക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് അവൾ വീഡിയോ ഇറക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അവളുടെ വീഡിയോ. അതിനാൽ തന്നെ ആർക്കാണ് ഇവിടെ നഷ്ടമുണ്ടായത്?
അച്ഛനും അമ്മയ്ക്കും. ഞാനാണ് അദ്ദേഹത്തിന് കൂടെയുള്ളത്. അദ്ദേഹത്തിന് ഇനി ആരാണ് കൂടെയുള്ളത്? ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തി അവർക്ക് 2 ലക്ഷം 3 ലക്ഷം രൂപ ഇപ്പോൾ സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലും ഈ ലക്ഷ്മി അറക്കൽ മോശമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിച്ചത്. കാരണം ഇവൾക്ക് പോലും ആ കുടുംബത്തിന് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ പാവങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ച് സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ വ്യക്തിയെ പോലും മോശകരമായ രീതിയിൽ ആണിവള് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചത്. അതിനാൽ തന്നെ ഇവളെ പോലെയുള്ള വൃത്തികെട്ട ജന്മങ്ങൾക്ക് നമ്മളെപ്പോലെ ആളുകളാണ് മറുപടി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പരമാവധി ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുക. അത് മാത്രമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് ഇനി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിൻ്റെ അനാഥയെ നഷ്ടപ്പെടുത്തിയ ഇവളെ പോലെയുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം നാളെ ഇനി ഇങ്ങനെ ഒരു പുരുഷ ജന്മത്തിന് ഈ അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങിക്കൊണ്ട് തീർച്ചയായിട്ടും തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് എന്താണോ കഴിയുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. കാരണം ഒരമ്മയ്ക്കും അച്ഛനും ഒരു മകൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിലേറെ വേദന ഒന്നുമില്ല. ഇനി ആ കുടുംബത്തിന് നോക്കാൻ ആരുമില്ല എന്നത് നമുക്കും നിങ്ങൾക്കും എല്ലാം അറിയുന്ന കാര്യമാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടി ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.